എല്ലാ ദിവസവും നമുക്ക് തുടങ്ങുന്നത് ഒരുപോലെ ആവില്ല അല്ലേ? ചില ദിവസമൊക്കെ പണിയെടുക്കാൻ നല്ല ഉഷാറാവും, എന്നാൽ ചില ദിവസവും മടി പിടിച്ചതാവും. ഇന്നത്തെ എൻ്റെ ദിവസം മടി പിടിച്ചതാട്ടോ. എത്ര മടിയുണ്ടെങ്കിലും ഓർഡർ വന്നാൽ ചെയ്തു കൊടുക്കാതിരിക്കാറില്ല കേട്ടോ. വൈകുന്നേരത്തേക്ക് ഒരു കേക്ക് തരുമോ ചേച്ചി എന്നും പറഞ്ഞ് രാവിലെ തന്നെ മെസ്സേജ് വന്നു കേട്ടോ. ഓർഡറിൻ്റെ നാട്ടുകാരിക്കായതുകൊണ്ട് ഉഷാറ് കൂടി. സംഭവം വേറൊന്നുമല്ല, വരുന്ന വഴിക്ക് അമ്മേൻ്റെ അടുത്തൊന്ന് കയറാലോ. രാവിലത്തെ പണികളൊക്കെ കഴിച്ച് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് ഫ്രണ്ട് വിളിച്ചു. നല്ല കൂടുതൽ മീൻ അച്ചാറിട്ടിട്ടുണ്ട്, കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ്. അവൾ സ്പെഷ്യലായിട്ട് എന്തുണ്ടാക്കിയാലും അത് എനിക്ക് എത്തൂട്ടോ. അവിടെ ചെന്നപ്പോൾ ഇതായിരിക്കണം സൈബാപ്പി. അവളെയും കളിപ്പിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അവളുടെ ചിരിയും കളിയും കാണുമ്പോൾ തന്നെ മനസ്സിലെ വിഷമങ്ങൾ പാതി പോകട്ടോ. അച്ചാറും എടുത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ അതാ അടുത്ത പണി തന്നു. സ്റ്റവ് കത്തണില്ല മാളെ, ഇതൊന്ന് നേരാക്കി കളെ പോയിട്ട്. ഇപ്പം തന്നെ നേരാക്കിയില്ലേ, വൈകുന്നേരത്തെ പണി കല്ലത്താവും എന്നറിഞ്ഞുകൊണ്ട് നട്ടാപ്പറ വെയിലത്ത് അതും കൊടുത്തിട്ട് ഓടിയിട്ടോ. അതും നേരാക്കി വന്ന് നിസ്കാരം കഴിഞ്ഞ് ഒരു നല്ല ഉറക്കം അങ്ങോട്ട് ഉറങ്ങി നീറ്റപ്പോൾ പിള്ളേരെ കൊണ്ടുവരാനുള്ള സമയമായി. അവരെയും വിളിച്ചു വന്ന് കേക്ക് എടുത്ത് ഡെലിവറിക്ക് പോയി. ചെറുതിരിക്കായിരുന്നു കേട്ടോ കേക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. കേക്ക് കൊടുത്ത് വരുന്ന വഴിക്ക് അമ്മേൻ്റെ അടുത്തൊന്ന് കയറി. എൻ്റെ വരവ് മൂപ്പരാൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നുമില്ല. ഈ വഴിക്കൊക്കെ ഓർഡർ കിട്ടുമ്പോൾ അമ്മേൻ്റെ അടുത്ത് തലകാട്ടി പോവാറുണ്ട് കേട്ടോ. കുറച്ചു നേരം സംസാരിച്ചിരുന്ന് ഞാൻ ഇറങ്ങിയിട്ടോ. ചായ കുടിച്ചിട്ട് പോവാടി ഉണ്ണിയെ എന്നമ്മ പറയുന്നുണ്ട്. എനിക്ക് നോമ്പാണമ്മെന്ന് ഞാനും പറഞ്ഞു. ഇറങ്ങാൻ നേരാകുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു കേട്ടോ. വിഷുവിന് ഈ കുട്ടികളെ കൂട്ടി വരലേന്ന് ഇൻഷാ അള്ളാന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി.